ഈ പരിപാടിയുടെ പ്രായോജകർ കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോ. നമസ്കാരം. ന്യൂസ് മീഡിയ കൊച്ചിയിൽ ഇന്ന് അതിഥിയായി വന്നിട്ടുള്ളത് 100 നുറുങ്ങ് കവിതകൾ, പൂരം ക്യാപ്സൂൾ കവിതകൾ എന്നീ 2 പുസ്തകങ്ങൾ രചിച്ച കവി എറണാകുളം പച്ചാളം സ്വദേശി രഘുത്തമൻ പച്ചാളമാണ്. ആദ്യത്തെ പുസ്തകം 100 നുറുങ്ങ് കവിതകൾ, രണ്ടാമത്തത് കാഞ്ചീരവം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ക്യാപ്സൂൾ കവിതകൾ. ഇപ്പോഴത്തെ കവിതകൾക്ക് 2 വരി 3 വരികൾക്ക് അത് മനസ്സുകൊണ്ട് മനസ്സിൽ കുറിക്കണേന്ന്. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് വരാൻ നേരത്ത് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താ കരയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടാന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ രഘുത്തമൻ പച്ചാളം. എറണാകുളത്ത് പച്ചാളം എന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഭാര്യ, 2 ആമക്കൾ. മൂത്താള് ഈ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്, അമ്മക്കുട്ടി. ഇളയവൻ BSc മാത്സ് കഴിഞ്ഞ് ഇപ്പം ഈ റീസെൻ്റ് കുറച്ച് നാളുകളിൽ അബുദാബിയിൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ മകനായിട്ട് പോയേക്കണിന്. ജോലിയൊന്നും അങ്ങനെ പറയത്തൊക്കെ ശരിയായിട്ടില്ല. പിന്നെ സംസാര വൈകല്യമുള്ള ഒരു പെങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു കുടുംബം, സന്തോഷമായിട്ട് പോകും. ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ വെച്ച് വളരെ വിചിത്രമായൊരു നേത്രരോഗത്താൽ അന്ധനായി തീരുവാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. 1984-85 കാലഘട്ടങ്ങളിൽ മട്ടാഞ്ചേരിയിൽ ഒരു റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് ഒരു പ്രൈവറ്റ് സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റുമില്ല. അവിടുത്തെ ഫീൽഡ് സൂപ്പർവൈസറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത്. അപ്പോൾ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യണമെന്ന് തൊഴിൽ സംബന്ധമായിട്ട്. ആ ഇടക്കായിരുന്നു കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യാത്ര ഭയങ്കര ഹരമായി, യാത്ര ബുദ്ധിമുട്ടായി വിവാഹ ജീവിതത്തിന്. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത് അറിയാൻ തുടങ്ങിയത്. ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ പറ്റണില്ല, പത്രത്തിൻ്റെ തലക്കെട്ട് വായിക്കാൻ പാടില്ല. അങ്ങനെ മധുര വരെയൊക്കെ പോയി. മധുരയിൽ ചെന്നപ്പോഴാണ് ഇത് കണ്ടുപിടിക്കാനാവാത്ത ഒരു രോഗം എന്നുള്ള അറിഞ്ഞത്. ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ അതിന് മരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 80-81 കാലഘട്ടങ്ങളിൽ തിരക്കില്ലാത്ത രീതിയിൽ എഴുതിയിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി തുടങ്ങുന്നവർക്ക് ഭക്തി എന്ന് പറഞ്ഞതിൽ എഴുതിയിരുന്നു. പിന്നെ ജന്മഭൂമി വാർഷിക പതിപ്പിൽ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതയ്ക്ക് ശേഷം എൻ്റെ ഒരു കവിത വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്ത്. പിന്നെ വാർത്തകൻ എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു, അതിനകത്ത് പ്രസിദ്ധീകരിച്ച്. പിന്നെ താന്നൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വെറ്റം എന്നും പറഞ്ഞിട്ട് സഞ്ചാര സാഹിത്യ സംബന്ധമായിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യവേദിയുടെ വെറ്റം മാസികയിൽ കുറച്ച് കവിതകൾ പ്രസിദ്ധീകരിച്ച്. അതിനുശേഷം ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒന്നും എഴുതാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ചികിത്സയുടെ ഭാഗമായിട്ട് നടന്ന് അതിന് ഒരു കാലിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞൊരു 6 മാസം വീട്ടിൽ റെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്താണ് ഈ 2ാം ഊഴത്തിലെ ആദ്യത്തെ പൂരം എന്നും പറഞ്ഞൊരു കവിത കിട്ടിയത്. ഈ പരിപാടിയുടെ പ്രായോജകർ കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോ. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? പൂരം 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 പൊടിപൂരം പൂരം 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 പൊടിപൂരം. ആ കവിത ഒരു 1-2 മാസികകളിൽ പ്രസിദ്ധീകരിച്ചു വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ആ കവിത പ്രസിദ്ധീകരിച്ച് പല സ്ഥലങ്ങളിലും ചൊല്ലി. അതിനുശേഷമാണ് ഞാൻ മധുരയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ അതിരാവിലെ 5 മണിക്ക് പോയിട്ട് ക്യൂ നിൽക്കണം. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കണ്ണ് മാത്രം കെട്ടിവെച്ച ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു 10-12 വയസ്സുള്ളത്. വളരെ ചുരുക്കി പറയണേന്ന്. അപ്പോൾ അവന് വർത്തമാനം പറഞ്ഞ് 8 മണി വരെ സമയമുണ്ടല്ലോ. കുറേ ആൾക്കാർ എൻ്റെ പുറകിലും കുറച്ച് ആൾക്കാർ മുമ്പിലും ഉണ്ട്. അപ്പോൾ ഈ പയ്യന് ഞാനുമായിട്ട് വർത്തമാനം പറഞ്ഞ് വീട് തൃശ്ശൂരാണ്, അമ്മ എഞ്ചിനീയറാണ്, അച്ഛൻ ഡോക്ടറാണെന്നൊക്കെ പറയും. ഞാൻ ചോദിച്ചു കണ്ണിൻ്റെ കാര്യം ചോദിച്ചാൽ മാത്രമേ ഇവനൊന്നും പറയില്ല. ചിരിച്ചിട്ട് നല്ല രസമാണ് അവനെ കാണാനായിട്ട്. ഇത്തിരി പല്ല് പൊങ്ങിയിട്ട് നല്ല കത്തല കണ്ണാണ് ആ ഒരു കണ്ണുള്ളത്. മുടിയൊക്കെ ഇങ്ങനെ നെറ്റിയിലേക്ക് ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ്. അവനോട് പല പ്രാവശ്യം ചോദിച്ചു കണ്ണിൽ എന്ത് വരുന്നത് ചോദിച്ചത് മാത്രം പുള്ളി പറയൂല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഓരോ ആൾക്കാർ ഓരോ വിധത്തിൽ. അയാൾ വേറെ സ്ഥലത്ത്, ആ പയ്യൻ വേറെ സ്ഥലത്തേക്ക് പോയി. ഞാൻ നെർവസിൻ്റെ 4-ാം നിലയിലേക്ക് പോയി. അത് 5-ാമത്തെ ദിവസമാണ് എൻ്റെ റിസൾട്ട് കിട്ടിയത്. എൻ്റെ റിസൾട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞാനും കരഞ്ഞുപോയി, ഡോക്ടറും കരഞ്ഞുപോയി. ഡോക്ടറിൻ്റെ റൂമിൽ വെച്ച്
നാലെന്നല്ല, ഞാനും ഡോക്ടറും അറ്റൻഡറും എൻ്റെ കൂടെ അവിടെ ചെന്ന് പരിചയപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരൻ ഡി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ലിഫ്റ്റിന് താഴെ ഇറങ്ങി വന്നപ്പോൾ ഈ നമ്മൾ ആദ്യം കണ്ട പയ്യൻ അപ്പോഴും അവൻ്റെ കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് വരാന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താ കരയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടാന്ന് പറഞ്ഞു. അപ്പം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടൻ എൻ്റെ റൂമിലേക്ക് വാ, അവിടെ എൻ്റെ അങ്കിൾ ഉണ്ടാകുന്ന വീട്ടിൽ, നമുക്ക് അവിടെ നിന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞു. ഇവൻ അവിടെ ഇരുത്തി എൻ്റെ തോളിൽ കൂടി കൈയിട്ടിട്ടൊരു കാര്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അവൻ്റെ അമ്മ സോഷ്യൽ ലേഡിയാണ്. ഇവൻ്റെ അടുത്ത് എപ്പോൾ പറഞ്ഞേക്കണത്, അമ്മയെന്ന് വിളിക്കരുത്, മമ്മീന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇവൻ 10-12 വയസ്സല്ലേ ഉള്ളു. അപ്പം ഇവൻ പറയണതെന്ന് വെച്ചാൽ എനിക്ക് മമ്മീന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ അമ്മയെന്ന് വിളിക്കുള്ളൂ. അപ്പം അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മ എന്നെ ഓടിച്ചിട്ട് തല്ലും. അമ്മയും മോനും കൂടി എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി തൃശ്ശൂർ ടൗണിൽ കൂടി കാറിന് പോകണേ. ഇപ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അവരൊരു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അവിടെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഇത് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചു, സ്വന്തം അമ്മേനെ അമ്മയെന്ന് വിളിച്ച് അവരൊറ്റ അടി വെച്ചു കൊടുത്ത്. അപ്പോൾ അവരുടെ കയ്യിൽ മോതിരം എന്താണെന്ന് ആ അടി കിട്ടിയപ്പോൾ തന്നെ ഒരു സൈഡ്, കണ്ണിൻ്റെ ഒരു സൈഡ് വീർത്തു വന്നു. അന്ന് വൈകുന്നേരം ഇവർ എറണാകുളത്ത് ഡോക്ടർ കുര്യാക്കോസിൻ്റെ താങ്ക്സൈറ്റ് ഐ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അവിടെ നിന്ന് കോയമ്പത്തൂർ കൊണ്ടുപോയി, കോയമ്പത്തൂരിൽ നിന്ന് മധുരയിൽ കൊണ്ടുവന്നതാണ്. അന്ന് സംസാരിക്കണമെന്ന് അവൻ്റെ റിസൾട്ട് വന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10-12 വയസ്സുള്ളൂ. അപ്പം ആ സംഭവം ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് അമ്മയെ കണ്ടെന്ന് പറഞ്ഞൊരു കവിതയായിട്ട് ഞാൻ എഴുതി. അത് 2-3 പ്രസിദ്ധീകരിച്ച് ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ചേക്കുന്ന കവിതയാണിത്. 1991 മധുര അരവിന്ദ് നേത്രാലയത്തിൽ വെച്ച് പരിചയപ്പെട്ട നിഷ്കളങ്കനായ 12-കാരൻ്റെ ജന്മം നൽകിയ സ്വന്തം മാതാവിനെ 4 ആളുടെ മുന്നിൽ വെച്ച് അമ്മയെന്ന് ഉറക്കെ വിളിച്ചതിന് വിദ്യാസമ്പന്നയും ധനാഢ്യയും മലയാളി ഹൈന്ദവ യുവതിയുമായ മാതാവിൻ്റെ പാരിതോഷികം അതിശക്തമായ കരണത്തടിയായി മാറിയപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട നിഷ്കളങ്കനായ 12-കാരൻ്റെ ഹൃദയ നൊമ്പരങ്ങളാണ്, ആത്മദുഃഖമാണ് ഈ കവിതയ്ക്ക് പിന്നിലെ പ്രേരകശക്തി. കവിത അമ്മയെ കണ്ടു. സ്വന്തം കുഞ്ഞിനെ മാറോടണിച്ച് മുലയൂട്ടുന്ന, താലോലമാട്ടുന്ന, താരാട്ടുപാടി ഉറക്കുന്ന, ദൈവീകമായി സിദ്ധിച്ച മാതൃത്വം പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ മുന്നിലുള്ള ഓരോ അമ്മമാർക്കുമായി ഈ കവിത സമർപ്പിക്കുന്നു. ഇത് നമ്മളെയൊക്കെ വിട്ടുപോയ MK സാനു സാറിൻ്റെ തൃപ്പാദങ്ങളിൽ തൊട്ട് വണങ്ങിയാണ് ഞാൻ ഈ കവിത അവതരിപ്പിച്ചത്. ഒരു 10-15 വർഷം മുമ്പാണ്. പക്ഷെ അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടി. ഒരു 900-950 വേദികളിൽ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ 3 പ്രാവശ്യം. അന്ന് കെടാമംഗലം സാറുണ്ടായിരുന്നു, പുള്ളിയുടെ മുമ്പിൽ വെച്ചാണ് ആദ്യം അവതരിപ്പിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഉച്ചയ്ക്ക് എനിക്ക് ഒന്നുകൂടി കേൾക്കണമെന്ന് പറഞ്ഞ് അതേ വേദിയിൽ വെച്ച് ആ കവിത കേട്ടിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വനിതകളുടെ സമ്മേളനം ഉണ്ട്, അവിടെ വെച്ച് 3 പ്രാവശ്യം KSCBയുടെ ഒരു പരിപാടിക്ക് വെച്ച്. അപ്പം അത്രയ്ക്ക് പ്രാധാന്യത്തിലൂടെ ആളുകൾ സ്വീകരിച്ചതാണ്. പിന്നീട് വന്ന് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രകൃതി തന്നെ എനിക്ക് തന്നതാണ്. കവിതയുടെ രൂപം മാറി, ഭാവവും മാറി. ഇപ്പോഴത്തെ കവിതകൾക്ക് 2 വരി 3 വരികൾക്ക് അത് മനസ്സുകൊണ്ട് മനസ്സിൽ കുറിക്കണേന് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് തയ്യാറാക്കിയ 2 പുസ്തകങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. ആദ്യത്തെ പുസ്തകം 100 നുറുങ്ങ് കവിതകൾ, രണ്ടാമത്തത് കാഞ്ചീരവം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ക്യാപ്സൂൾ കവിതകൾ. ഈ കവിതകളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായി എഴുതുന്നത് ശരിയെന്ന് പറയുന്നവൻ്റെ ശരിയല്ലേ? തെറ്റായി എഴുതുന്നത് ശരിയെന്ന് പറയുന്നവൻ്റെ ശരിയല്ല. തെറ്റാതെ എഴുതുന്നത് തെറ്റെന്ന് പറയുന്നവൻ്റെ തെറ്റാണ്. തെറ്റാതെ എഴുതുന്നത് തെറ്റെന്ന് പറയുന്നതിൻ്റെ തെറ്റാണ്. ശരി തെറ്റായി മാറാതിരിക്കുവാൻ തെറ്റാതെ പഠിക്കുക, തെറ്റ് ശരിയാക്കി മാറ്റുവാൻ ശരിക്കും പഠിക്കുക. ചത്ത് കളിച്ചാൽ ലോകകപ്പ്, ഒത്തു കളിച്ചാൽ ലോക്കപ്പ്. നോവെടുത്താൽ അരുമകൾ പുറത്തേക്ക്, നാവെടുത്താൽ മരുമകൾ പുറത്തേക്ക്. ഈ പരിപാടിയുടെ പ്രായോജകർ കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോ. തുടർച്ചയായി ഹോണടിച്ചാൽ ആള് മാറിക്കിട്ടും റോഡിൽ നിന്ന്, തുടർച്ചയായി ഫോൺ അടിച്ചാൽ മോള് മാറിക്കിട്ടും വീട്ടിൽ നിന്ന്. ഇങ്ങനെ ഈ സ്വഭാവത്തിലുള്ള കവിതകളാണ് ഈ 2 പുസ്തകത്തിലും കൂടി ഏകദേശം 260 ഉള്ളത്. ഇതിൽ കൂടുതലുണ്ട്, 32,000 കളക്ഷൻ ഉണ്ട്. അതിനകത്ത് തിരഞ്ഞെടുത്ത കവിതകളാണ് എൻ്റെ അടുത്തുള്ളത്.
ആവറേജ് മലയാളികൾ ബീവറേജിൽ ബില്ലടിച്ചൊടുവിൽ ആശുപത്രിയിൽ ജീവനോട് മല്ലടിക്കാൻ ബില്ലടച്ച് കണ്ണടച്ച് മണ്ണിലേക്ക്, നല്ല പ്രായത്തിൽ തന്നെ, ശരിയല്ലേ? അതേപോലെ തന്നെ രണ്ട് കുടുംബങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഗ്രാമീണ കുടുംബവും നഗര കുടുംബവും. അച്ഛൻ പാടത്തേക്ക്, മകൻ പാഠത്തിലേക്ക്, അമ്മ അടുക്കളയിലേക്ക്, മകൾ അടുക്കളത്തോട്ടത്തിലേക്ക്. അച്ഛൻ പാടത്തേക്ക്, മകൻ പാഠത്തിലേക്ക്, അമ്മ അടുക്കളയിലേക്ക്, മകൾ അടുക്കളത്തോട്ടത്തിലേക്ക്. ഇനി നഗര കുടുംബം. അമ്മ മാളിലേക്ക്, അമ്മ മാളിലേക്ക്, മകൾ പൂളിലേക്ക്, സ്വിമ്മിംഗ് പൂളിലേക്ക്, മകൻ ഹാളിലേക്ക്, സിനിമ ഹാളിലേക്ക്. അമ്മ മാളിലേക്ക്, മകൾ പൂളിലേക്ക്, മകൻ ഹാളിലേക്ക്, അച്ഛൻ സ്മോളിലേക്ക്, അല്ലേ? പിന്നെ അങ്ങനെ ഒരുപാട് കവിതകൾ. കൂടുതലും ഞാൻ ഈ ഒരു 16 വർഷമായിട്ടുള്ള മദ്യത്തിൽ നിന്ന് വിരക്തി നേടിയിട്ട്, അതിക്ക് മുമ്പ് ഒരു നന്നായിട്ട് മദ്യം ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ അനന്തര ഫലമാണെന്ന് തോന്നുന്നു ഞാൻ എഴുതുന്ന മിക്ക കവിതകളിലും ഈ മദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കവിതകൾ കൂടുതൽ വരാറുണ്ട്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തി ഏകദേശം പൂർണ്ണമായിട്ട് ഒരു 5% താഴെയുള്ളു. ആളെയും തിരിച്ചറിയാൻ പറ്റൂല, എഴുതാനും വായിക്കാനും പറ്റൂല. അപ്പോൾ 2-3-4 വർഷം മുമ്പ് വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൂലിപ്പണി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. എടപ്പള്ളിയിൽ ഒരു ജഡ്ജിയുടെ വീട് തുടക്കാനും അടിക്കാനൊക്കെ ആയിട്ട് ഒരു 2 ദിവസം അവിടെ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ 2ാമത്തെ ദിവസം അപ്പോൾ വലിയ ഒരു ഫ്ലാറ്റ് കംപ്ലീറ്റ് അവർക്കാണ്. 4-6 വലിയ റൂമുണ്ട്, ചെറിയ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അവരൊരു റൂം കാണിച്ചു തന്നിട്ട് ഇത് ഒന്നുകൂടി ക്ലീൻ ചെയ്യട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 11 മണിയായപ്പോഴത്തേക്ക് വർക്ക് കഴിഞ്ഞ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഞാൻ പൈസ മേടിച്ച് നടന്ന് മാമംഗലം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ വിളിച്ച് എടുത്ത് പറഞ്ഞ് തിരിച്ച് വിടാൻ വരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കച്ചലിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കിടക്കണം. അപ്പം എനിക്ക് അവിടെ നിന്നൊരു കവിത കിട്ടിയതാണ്. ചില കവിതകളൊക്കെ കിട്ടുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവും. അമ്മ നന്നായി കഞ്ഞി കുടിച്ചാൽ കുഞ്ഞ് നന്നായി പാല് കുടിക്കും. അമ്മ നന്നായി കഞ്ഞി കുടിച്ചാൽ കുഞ്ഞ് നന്നായി പാല് കുടിക്കും. അച്ഛൻ നന്നായി കള്ളു കുടിച്ചാൽ അമ്മ നന്നായി കണ്ണീര് കുടിക്കും. അപ്പം ഈ കവിത കിട്ടിയപ്പോൾ ഞാനറിയാതെ കരഞ്ഞു പോയി. എൻ്റെ കണ്ണീർത്തുള്ളിയായിരുന്നു ആ കച്ചിലിൻ്റെ അടിയിൽ കിടന്നിരുന്നത്. അപ്പം അവർ വിചാരിച്ച ഞാനെന്തോ സ്മോൾ അടിച്ചാൽ അല്ലെങ്കിൽ വെള്ളം വരാൻ സാധ്യതയില്ല. ആ കവിത ഞാനത് ചൊല്ലിയത് കേട്ട് അവരും കരഞ്ഞ് ഞാനും കരഞ്ഞ്. അപ്പം ചില കവിതകളൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ചങ്ക് പൊട്ടിപ്പോവും. അങ്ങനെ ഒരുപാട് കവിതകളുണ്ട്. അപ്പം കവിതകൾക്ക് കുറേ കൂടി പോകും. കവിതകൾ മിക്കവാറും കവിതകൾ എന്നല്ല, സിനിമയും എല്ലാ ഇതും പരിണാമവിധേയമായിക്കൊണ്ടിരിക്കണേന്ന്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിലുള്ള പുതിയ കവിതകൾ ഈ രൂപത്തിലാണ്. ഞാൻ പഠിച്ചത് സ്ലേറ്റിലാണ്. മോൻ പഠിക്കുന്നത് സ്റ്റേറ്റിലാണ്. വീട് വൈറ്റില, ജോലി കുവൈറ്റില, താമസം ഫ്ലാറ്റില. ഫ്ലാറ്റ് നല്ല ഹൈറ്റില, നല്ല സൈറ്റില, നല്ല വൈറ്റില. ചവയ്ക്കുന്നത് വെറ്റില ഫ്ലൈറ്റില, ഡ്യൂട്ടി സൈറ്റില, അതും ഗേറ്റില, എന്നും നൈറ്റില. ആശ്വാസം ഗുഡ് നൈറ്റ് മാറ്റില. വൈഫ് സൂററ്റില, ജോലി ഫ്ലൈറ്റില, അവൾ എന്നും നെറ്റില. അമ്മയുമായിട്ട് നല്ല ഫൈറ്റില, ആൾക്ക് ഇപ്പോൾ വൈറ്റില, ആള് റെസ്റ്റില. അച്ഛൻ എസ്റ്റേറ്റില, കുളി ആറ്റില. കൃഷ്ണൻ എന്നും നല്ല വാറ്റില, വാറ്റ് കെറ്റില്ല, കെറ്റില് ബക്കറ്റില. ഇരിപ്പ് നല്ല കാറ്റില, ഇപ്പോൾ നല്ല ഫിറ്റില. വാതുറന്നാൽ നല്ല വിറ്റില. ഇതേപോലെ തന്നെ ഒരു കവിതയും കൊണ്ടത്. ഇതെന്നത്തെ കുറേയൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും കുറച്ചുകൂടി പ്രാധാന്യമായിട്ടുള്ളൊരു സാധനമുണ്ട്. ഞാൻ നിൽക്കുന്നിടം ചന്തമുക്ക, വഴിയിൽ എന്തൊരു തിരക്ക. വടക്ക് നടക്കുന്ന നല്ല വഴക്ക. തെക്ക് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അക്ക കൊടുത്തത് വാക്ക. കാത്തിരിക്കുന്നത് ഇക്കയുടെ സ്വപ്നം മക്ക. കൂട്ടിയിട്ടിരിക്കുന്നത് ചക്കയുടെ മുകളിലിരിക്കുന്നത് കാക്ക. പാത്രം നിറയെ കക്ക വിൽക്കുന്ന പെണ്ണിന് എന്തൊരു നാക്ക. ഉണ്ടാക്കുന്നതൊക്കെ മോക്ക. വാങ്ങി വെച്ചിരിക്കുന്നത് കേക്ക. മകൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നത് കേക്ക. മകള് പഠിക്കുന്നത് കച്ചക്ക, പോകുന്നത് ഒറ്റക്ക. ബാഗിലുള്ളത് ബുക്ക, കഴുത്തി കിടക്കുന്നത് മുക്ക. ചുണ്ടത്തിരിക്കുന്നത് ഹുക്ക. കച്ചക്കിൽ പഠിക്കുവാനായി ഒറ്റക്ക് പോകുന്ന മകളുടെ ചുണ്ടത്തിരിക്കുന്നത് ഹുക്ക. അവളുടെ ജീവിതം ഒരു പോക്ക. എനിക്ക് കവിതകൾ ഇങ്ങനെ മനസ്സിൽ ഊറി വരുന്നത് 90% വെളുപ്പിനാണ്. ഞാൻ 2:40 3 മണിയോടുകൂടി ഞാൻ എഴുന്നേൽക്കും. 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ആ സമയത്താണ് എനിക്ക് കവിതകൾ കിട്ടണതും
ആ കവിത പല രൂപത്തിൽ രൂപാന്തരപ്പെടുന്നതിന് പകൽ നടന്നു പോകുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ മനസ്സിലിങ്ങനെ ഊറിക്കൂടി വരും. അപ്പോൾ ഒരു വാക്കായിരിക്കും കിട്ടുന്നത്. ആ വാക്ക് പ്രോസസ്സ് ചെയ്ത് കവിതയുടെ രൂപത്തിലാകണത് മിക്കവാറും 90% വെളുപ്പിനാണ് കവിതകൾ ഒക്കെ കിട്ടി ശരിയാക്കുന്നത്. അപ്പം തന്നെ ഇപ്പോൾ ഫോൺ ഉള്ളതുകൊണ്ട് ഫോണിൽ കുറിച്ച് വെക്കും, വാട്സപ്പിൽ വോയിസ് ഇട്ടിട്ട് കുറിച്ച് വെക്കും. അപ്പോൾ ആദ്യത്തെ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്ക് എഴുതായിരുന്നു, തിരിച്ച് വായിക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ വലിയ വലിയ രൂക്ഷമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ആദ്യത്തെ പുസ്തകം. ഞാൻ ഒരുപാട് കവിയരങ്ങളിൽ പങ്കെടുക്കും. എറണാകുളത്തുള്ള മിക്കവാറും എല്ലാ കവിയരങ്ങളിലും ഞാൻ പങ്കെടുത്തിരുന്നു. ചങ്ങമ്പുഴ പാർക്ക്, കോതമംഗലത്തെ സുവർണരേഖ, പിന്നെ പെരുമ്പാവൂരിലുള്ള ആശാൻ സ്മാരക വേദി, കവി സമാജം, അങ്ങനെ ഒട്ടുമിക്ക കവിയരങ്ങളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ മിക്കവാറും എൻ്റെ കവിതയ്ക്ക് നല്ല മാർക്ക് ആൾക്കാർ തരുന്നുണ്ട്. ഞാൻ വലിയ കവിയാണെന്നല്ല പറയണത്. ഇതേപോലെ ചെറിയ കവിതകൾ എഴുതുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും 2 പേജ് 3 പേജുള്ള കവിതകളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാവരുടെ അടുത്തും 5 പുസ്തകം 10 പുസ്തകമൊക്കെയാണ് ഓരോ കവികൾക്ക്. പലരും എന്നോട് ചോദിച്ച്, രഘുത്തമ എന്താ പുസ്തകം? ഞാൻ പറഞ്ഞു, അത് എന്നെ സഹായിക്കാൻ ആരുമില്ല. ഒരു പുസ്തകം ഇറക്കണമെങ്കിൽ 10 അന്നത്തെ കാലത്ത് ഒരു 10-15 രൂപ വേണം. സാമ്പത്തികമായിട്ട് അന്നും ഇന്നൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പരാധീനതകളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ സംഘടനയുടെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെ ഒരു പരിപാടിയായിരുന്നു പബ്ലിക് ലൈബ്രറി വെച്ച് നടന്നത്. അപ്പോൾ ഞാനവിടെ കവിത അവതരിപ്പിച്ച് എല്ലാവർക്കൊക്കെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള കുറച്ച് ടീച്ചർമാർ ഒരു വണ്ടി വിളിച്ചിട്ടാണ്, ഒരു ടെമ്പോ ട്രാവലർ വിളിച്ചിട്ടാണ് കോട്ടയത്ത് വന്നത്. അപ്പോൾ അവർക്ക് കവിത ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കവിതയെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങളെ കൂടി തൃപ്പൂണിത്തുറ വരെ വന്നെയാണെങ്കിൽ അവിടം വരെ താങ്കൾക്ക് വരികയും ചെയ്യാം, നമുക്ക് വർത്താനം പറയാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വന്ന വഴിക്ക് ഒരു ടീച്ചർ, ഒരു ഗീതയെന്ന് പറഞ്ഞിട്ട് ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. ആ ടീച്ചർ എൻ്റെ അടുത്തിരുന്ന് വെച്ച്. അപ്പോൾ പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ചോദിച്ച് കവിതയെക്കുറിച്ച് ചോദിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പുസ്തകം പ്രസിദ്ധി. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, ആരും തന്നില്ല. കോടീശ്വരമായ ആൾക്കാർ നമുക്ക് ബന്ധുക്കളുണ്ട്, അവർക്ക് നമുക്ക് പൈസ തന്നെയല്ല അവരുടെ പരിപാടി. ഞാൻ ആരോട് ചോദിക്കാറില്ല, ചോദിച്ചായിട്ട് കിട്ടുകയില്ല. കാരണം ഞാൻ നേരത്തെ പൂർണ്ണമായിട്ടും മദ്യപാനി ആയിരുന്നത് കൊണ്ട്. പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ആരും പൈസ തരില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഇരുന്നപ്പോൾ ആ ടീച്ചർ എൻ്റെ കയ്യെ കയറി പിടിച്ചിട്ടും പറഞ്ഞ്, മാഷെ പേടിക്കണ്ട, പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. എപ്പോഴാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വെച്ചോ അപ്പോൾ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് ഒരു ആകാശ് പെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ DTP അവർ ഫ്രീ ആയിട്ട് എടുത്തു തന്നേക്കണേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ അവിടെ നമ്മുടെ MN കാരശ്ശേരി മാഷൊക്കെയായിട്ട് അവിടെ ഒരു കോഴിക്കോട് ഒരു സംഘടനയുണ്ട്. അപ്പോൾ അവരടക്കം എന്നെ വിളിച്ച് കവിത വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ രാജശേഖരൻ എന്ന് പറഞ്ഞ ആകാശ് പെൻഡേഴ്സിൻ്റെ ആളായിട്ട് പരിചയപ്പെട്ട്. പുള്ളിയുടെ വൈഫും കൂടി DTP ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് പേപ്പർ മേടിക്കാനുള്ള കാശെങ്കിലും തന്നാൽ മതി, രഘുത്തമൻ സാറിന് ഞങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ലല്ലേ. അപ്പം ഞാൻ ഈ ഗീത ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ്, ടീച്ചറെ ഇന്ന സ്ഥലത്തുണ്ട്, അപ്പോൾ ഞാൻ നമ്പർ തരാമെന്നും പറഞ്ഞ് നമ്പർ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും രാജശേഖരൻ എന്നെ വിളിച്ചിട്ടും പറഞ്ഞ് പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള 14,500 രൂപ ഗീത എന്നും പറഞ്ഞിട്ട് ഒരു ടീച്ചർ അഴിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാഞ്ചീരം വന്നിട്ടൊരു ഓൺലൈൻ റേഡിയോ ഉണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിലെ അനൗൺസറായിരുന്ന കാഞ്ചിയോട് ജയൻ സാറ് അവിടെ നിന്ന് റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു റേഡിയോ, അത് കാഞ്ചീരവം സാംസ്കാരിക വേദി, സാംസ്കാരിക വേദി ഉണ്ടാകും. ഞാൻ അതിനകത്ത് മെമ്പറാണ്. ആദ്യം മാസികയായിരുന്നു, അപ്പോൾ മാസിക മാറി ഇപ്പോൾ വെബ് റേഡിയോയി. അപ്പോൾ അതിനകത്ത് എൻ്റെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും ഈ പാട്ടിൻ്റെ ഇടയിൽ ക്യാപ്സൂൾ കവിതകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ 2024 നവംബർ 1-ാം തീയതി മുതൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് സാഹിത്യ സംബന്ധമായിട്ടുള്ള പരിപാടിയുണ്ട്, സാഹിത്യ സല്ലാപം. അതിനകത്ത് എൻ്റെ അനുഭവക്കുറിപ്പുകൾ വളരെ അപൂർവം മാത്രമേ പുനഃപ്രക്ഷേപണം ചെയ്തിട്ടുള്ളൂ. പുതിയ പരിപാടികളാണ്. ഈ പരിപാടിയുടെ പ്രായോജകർ കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോ. കാഞ്ചീരവം വെബ് റേഡിയോ വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ആളുകളുടെ പരിപാടി കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ തലശ്ശേരിയിൽ പാന്നൂർ ജൻവാണി റേഡിയോ എന്നും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മാനന്തവാടിയിൽ മാറ്റൊലി
എന്നും പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട്. അവിടെ പരിപാടി, അങ്ങനെ ഒരുപാട് വെബ് റേഡിയോകളിൽ പരിപാടി ചെയ്യാറുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ, ആകാശവാണിയിൽ ഞാൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ട് ഒരു 8 പരിപാടികളും ചെയ്ത്. അപ്പം അങ്ങനെയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനിടയിൽ 1-2-3 കവിതകൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നു വെച്ചത്. അപ്പോൾ ഈ കവിത കിട്ടിയപ്പോഴൊക്കെ അതിനകത്തും മദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോറ്റി വളർത്തിയ അമ്മയ്ക്കൊരു പിടി വറ്റേകാത്തോൻ അമ്പലനടയിൽ കുമ്പിട്ട് 9 വട്ടം വലം വെച്ചിട്ട് എന്താ കാര്യം? പോറ്റി വളർത്തിയ, നൊന്തുവെറ്റു പോറ്റി വളർത്തിയ അമ്മയ്ക്കൊരു പിടി വറ്റേകാത്തോൻ അമ്പലനടയിൽ കുമ്പിട്ട് 9 വട്ടം 9,000 വട്ടം 9 കോടി വട്ടം വലം വെച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? അമ്മയെന്ന നാമം നന്മയാണതോർക്കുക, അമ്മയെന്ന നാമം നന്മയാണതോർക്കുക, നന്മ ചൊരിയും അമ്മയെ നമ്മളെന്നും വാഴ്ത്തുക. മരങ്ങൾ നടുക മക്കളെ, മരങ്ങൾ നടുക, മരങ്ങൾ നടുക മക്കളെ, മരങ്ങൾ നടുക, മരങ്ങൾ നട്ട് നാടിൻ്റെ നല്ല വരം നേടുക. വരുന്ന ആളുകളിൽ കരങ്ങൾ നീട്ടി നിൽക്കാതിരിക്കുവാനും നന്നായി ഇരുന്നുണ്ണുവാനും നല്ല വിരുന്നൊരുക്കുവാനും മരങ്ങൾ നടുക. മരങ്ങൾ നട്ട് അമരന്മാരാവുക. മരങ്ങൾ നടുക മക്കളെ, മരങ്ങൾ നടുക, മരങ്ങൾ നടുക മക്കളെ, മരങ്ങൾ നടുക. മണ്ണിന് മരം, മണ്ണിന് മരം, പെണ്ണിന് വരൻ. അച്ഛൻ നല്ല മരങ്ങൾ നട്ടാൽ, അച്ഛൻ നല്ല മരങ്ങൾ നട്ടാൽ മകൾക്ക് നല്ല വരനെ കിട്ടും. നല്ല മരങ്ങൾ മുകളിലേക്ക്, നല്ല മരങ്ങൾ മുകളിലേക്ക്, നല്ല വരൻ മകളിലേക്ക്. ഉള്ള മരങ്ങൾ വെട്ടാതെ നല്ല മരങ്ങൾ നട്ടോളൂ, ഉള്ള മരങ്ങൾ വെട്ടാതെ നല്ല മരങ്ങൾ നട്ടോളൂ. വേലി കെട്ടി നല്ല മരങ്ങൾ നട്ടാൽ, വേലി കെട്ടി നല്ല മരങ്ങൾ നട്ടാൽ ജോലി കിട്ടും മക്കൾക്ക്, നല്ല ജോലി കിട്ടും മക്കൾക്ക്. കളപറിച്ചു കളപറിച്ചു വിളവെടുക്കും കൈകളിൽ, കളപറിച്ചു കളപറിച്ചു വിളവെടുക്കും കൈകളിൽ വളകളണിയാം, സ്വർണ്ണ വളകളണിയാം. കളവ് ചെയ്ത് വിളവെടുക്കും കൈകളിൽ, കളവ് ചെയ്ത് വിളവെടുക്കും കൈകളിൽ വളയമണിയാം, ഇരുമ്പ് വളയമണിയാം. കൂലി വാങ്ങുന്നവൻ പാല് കുടിക്കും, അല്ലേ? കൂലി വാങ്ങുന്നവൻ പാല് കുടിക്കും. കൈക്കൂലി വാങ്ങുന്നവനോ? കൂലി വാങ്ങുന്നവൻ പാല് കുടിക്കും, കൈക്കൂലി വാങ്ങുന്നവൻ കണ്ണീര് കുടിക്കും. അറച്ചറച്ച് കുറച്ച് പണിയെടുത്ത് കൈ നിറച്ച് പണം വാങ്ങി, അറച്ചറച്ച് കുറച്ച് പണിയെടുത്ത് കൈ നിറച്ച് പണം വാങ്ങി മലയാളി ബാറിലേക്ക്, അല്ലേ? മലയാളി ബാറിലേക്ക്. അറിഞ്ഞ് പണിയെടുത്ത് കുറഞ്ഞ കൂലി വാങ്ങി നിറഞ്ഞ മനസ്സോടെ, അറിഞ്ഞ് പണിയെടുത്ത് കുറഞ്ഞ കൂലി വാങ്ങി നിറഞ്ഞ മനസ്സോടെ ബംഗാളി ബാങ്കിലേക്ക്. ജീവിത പങ്കാളി മലയാളിയാണെങ്കിൽ, ജീവിത പങ്കാളി മലയാളിയാണെങ്കിൽ കെട്ടിയ താലിയുമായി ബാങ്കിലേക്ക്. ജീവിത പങ്കാളി ബംഗാളിയാണെങ്കിൽ, ജീവിത പങ്കാളി ബംഗാളിയാണെങ്കിൽ കിട്ടിയ കൂലിയുമായി ബാങ്കിലേക്ക്. ഇനി 2 കാർട്ടൂൺ കവിതയുണ്ട്. ആനയ്ക്ക് നല്ല പനംപട്ട, പാപ്പാന് നല്ല നാടൻ പട്ട. ആനയ്ക്ക് നല്ല പനംപട്ട, പാപ്പാന് നല്ല നാടൻ പട്ട. ആനയ്ക്ക് കുളിക്കാൻ ഹോസിലൂടെ വെള്ളം, പാപ്പാന് കുടിക്കാൻ ഓസായി വെള്ളം. നെറ്റിപ്പട്ടവും കെട്ടി തൂണ് പോലുള്ള 4 കാലിൽ നിൽക്കുന്ന ആനയെ കാണാൻ നല്ല രസം. നെറ്റിപ്പട്ടവും കെട്ടി തൂണ് പോലുള്ള 4 കാലിൽ നിൽക്കുന്ന ആനയെ കാണാൻ നല്ല രസം. വയറ്റിൽ നാടൻ പട്ടയും ചുണ്ടത്ത് കുറ്റിബീഡിയുമായി ആനയുടെ തൂണ് പോലുള്ള കാലിഞ്ചാരി 4 കാലിൽ നിൽക്കുന്ന പാപ്പാനെ കാണാൻ ബഹുരസം. ആനയ്ക്ക് 2 അടി കൊടുക്കണമെങ്കിൽ, ആനയ്ക്ക് 2 അടി കൊടുക്കണമെങ്കിൽ കോല് നന്നായിരിക്കണം. പാപ്പാന് 2 അടിക്കണമെങ്കിൽ വാല് നന്നായിരിക്കണം. ആന വാല് നന്നായിരിക്കണം. പെണ്ണ് മണ്ണാവും വരെ കണ്ണീരൊഴുക്കുവാൻ പെണ്ണുണ്ട് മണ്ണിൽ, മണ്ണാവും വരെ കണ്ണീരൊഴുക്കുവാൻ പെണ്ണുണ്ട് മണ്ണിൽ. മണ്ണിനും നനവേകാൻ പെണ്ണുണ്ട് മണ്ണിൽ. മണ്ണിൻ്റെ നനവെന്ന് പറയുമ്പോഴോർക്കുക, മണ്ണിൻ്റെ നനവെന്ന് പറയുമ്പോഴോർക്കുക, പെണ്ണിൻ്റെ കണ്ണീരിൻ നനവാണതെന്ന്. പൊന്നില്ല, പണമില്ല, ഒരു പിടി മണ്ണ് പോലുമില്ല പെണ്ണിന്. പൊന്നില്ല, പണമില്ല, ഒരു പിടി മണ്ണ് പോലുമില്ല പെണ്ണിന്. എങ്കിലും ഒന്ന് വന്ന് കണ്ടു, 2 നല്ല വാക്കു ചൊല്ലി 4 പേർക്ക് മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുപോയി. പൊന്നുപോലെ കാത്തിടുന്നു, പൊന്നുപോലെ കാത്തിടുന്നു കാലങ്ങളോളം നല്ല കൂട്ടിനായി. മണ്ണ് കണ്ട്, മണ്ണിലുള്ള മരങ്ങൾ കണ്ട്, മരത്തിലുള്ള ഫലങ്ങൾ കണ്ട്, കട്ടിയുള്ള പൊന്ന് കണ്ട്, നോട്ട് കെട്ട് കണ്ട്, പെണ്ണിൻ്റെ ഫോട്ടോ മാത്രം കണ്ട്. മണ്ണ് കണ്ട്, മണ്ണിലുള്ള മരങ്ങൾ കണ്ട്, മരത്തിലുള്ള ഫലങ്ങൾ കണ്ട്, കട്ടിയുള്ള പൊന്ന് കണ്ട്, നോട്ട് കെട്ട് കണ്ട്, പെണ്ണിൻ്റെ ഫോട്ടോ മാത്രം കണ്ട്. 1000 പേർക്ക് മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുപോയി. അധിക നാളാകും മുൻപേ കഴുത്തിലെ താലിമാല പോലും കാലിയാക്കി തൊഴുത്തിലെ
കന്നുകാലി പോലെയാക്കി മാറ്റിയിടുന്നു പെണ്ണിനെ. രണ്ടിലൊരു ഭാരം തണ്ടിലേറ്റാൻ മണ്ണിലെന്നും നല്ല പെണ്ണ് കൂടെയുണ്ടോ? രണ്ടിലൊരു ഭാരം തണ്ടിലേറ്റാൻ മണ്ണിലെന്നും നല്ല പെണ്ണ് കൂടെയുണ്ടോ? ഉണ്ടവയറി നല്ല മുണ്ടൊടുത്ത് ചെണ്ടകൊട്ടി പാട്ടുപാടി ആസ്വദിക്കാം മണ്ണിലുള്ള ജീവിതം, മുന്നിലുള്ള ജീവിതം. കണ്ടതെല്ലാം കണ്ടതെല്ലാം സ്വന്തമാക്കാൻ ആർത്തിയോടെ രണ്ട് കൈയും നീട്ടി നിൽക്കും പെണ്ണ് എന്ന് നിന്റെ മുന്നിലെത്തും. അന്ന് തൊട്ട് നിന്റെ ജീവൻ അന്ധകാരപൂരിതം. തണ്ടൊടിഞ്ഞ ജീവിതം കണ്ട കാഴ്ച മാത്രമായി രണ്ടിലൊന്ന് ബാക്കിയാക്കി മണ്ണിൽ വീണൊടുങ്ങിടാം, മണ്ണിലേക്ക് മടങ്ങിടാം. പല അനുഭവങ്ങളുമാണ് പലരുടെയും കവിതകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഒരു ചെറിയ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ SLC ഒരു 5 പ്രാവശ്യം തോറ്റി, 6ാമത്തെ പ്രാവശ്യമാണ് ജയിച്ചത്. അത് വാശിക്ക് ജയിച്ചതാണ്. പിന്നീട് ഞാൻ 396 മാർക്ക്, ഫസ്റ്റ് ക്ലാസ് 360 396 മാർക്ക് മേടിച്ച് പ്രീ ഡിഗ്രിക്ക് വിദ്യാർത്ഥികളിൽ ചേർന്ന് അങ്ങനെയൊക്കെ പഠിച്ച്. അപ്പോൾ SLCക്ക് പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നൊരു പയ്യൻ എറണാകുളത്ത് വന്ന് നിന്ന് പഠിക്കലാണ്. ഒരു അത്യാവശ്യം സാമ്പത്തികമുള്ള, എൻ്റെ അച്ഛനും അമ്മാവന്മാരൊക്കെ സിനിമാ ഫീൽഡിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10-15 വർഷം മുമ്പാണ് ഒക്കേഷനിൽ ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഇവനെ കണ്ട്. അപ്പോൾ അവൻ കല്യാണം കഴിച്ച് അവൻ്റെ മക്കളുടെയൊക്കെ കല്യാണമായി. അപ്പോൾ അവൻ്റെ മകൻ്റെ കുട്ടിയുടെ ഒരു ചെറിയ ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇവിടെ ഉണ്ടെങ്കിൽ നാളെ വാ, അത് സിനിമാടന്മാരും മറ്റേ സീരിയൽ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാം, 2 അടിക്കാത്ത. അന്ന് ഞാൻ 2 ഫോൺ അടിക്കുന്ന ടൈമാണ്. അങ്ങനെ അവിടെ ചെന്ന് തിരുവനന്തപുരത്തുള്ള ഒരു തരക്കേടില്ലാത്ത ഒരു സ്റ്റാർ ഹോട്ടലിലായിരുന്നു പരിപാടി നടക്കുന്നത്. അപ്പോൾ വലിയ ഹോളാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആണുങ്ങൾക്ക് എന്നെ സ്വീകരിച്ച് അച്ഛനെയും അവരവരൊക്കെ പരിചയപ്പെട്ട് കുറേ സംവിധായകരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കാണിച്ചു തന്ന്. അപ്പോൾ കൊച്ചിനെ കാണാമെന്ന് പറഞ്ഞ് ഞാനവിടെ ചെന്നപ്പോൾ കൊച്ചു തൊട്ടിലുകൾ നല്ല കരച്ചിൽ. അപ്പോൾ 3-4 പെണ്ണുങ്ങൾ അവിടെ നോക്കിയപ്പോണ്ട്. ഞാൻ അവരോട് ചോദിച്ച്, കൊച്ചു കരയാണ്, ഇത്ര ചെറിയ കൊച്ചല്ലേ, ഒരു വയസ്സ് പോലും ആയിട്ടില്ല, ഒരു 5-6 മാസം പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. കൊച്ചു മുല കുടിക്കാൻ വേണ്ടിയിട്ടാണ്, പാലിന് വേണ്ടിയിട്ട് കൊച്ചു കരയണത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇതാ നിൽക്കണേ സിനിമാടികളൊക്കെ കേട്ട് ഷൂട്ട് ചെയ്യണേ, ഒരു സെൽഫി എടുക്കണം. അത് ഞാൻ പറഞ്ഞ് കൊച്ചിന് പാല് കൊടുക്കാൻ പറയുന്നു. അപ്പം എനിക്കൊരു കവിത കിട്ടി. അരയിലെ അരഞ്ഞാണം പൊന്നാണെങ്കിലും പൊന്നെ, അരയിലെ അരഞ്ഞാണം പൊന്നാണെങ്കിലും പൊന്നെ, അറിഞ്ഞൊന്ന് കരഞ്ഞോണം പാലിനായി. അരഞ്ഞാണത്തിനാവില്ലല്ലോ, പൊന്നരഞ്ഞാണത്തിനാവില്ലല്ലോ, കരയിലെ പെണ്ണിൻ്റെ കരളോട് കേഴാൻ. അരയിലെ അരഞ്ഞാണം പൊന്നാണെങ്കിലും പൊന്നെ, അറിഞ്ഞൊന്ന് കരഞ്ഞോണം പാലിനായി, അറിഞ്ഞൊന്ന് കരഞ്ഞോണം പാലിനായി. അരഞ്ഞാണത്തിനാവില്ലല്ലോ, പൊന്നരഞ്ഞാണത്തിനാവില്ലല്ലോ, കരയിലെ പെണ്ണിൻ്റെ കരളോട് കേഴാൻ. ഇതേപോലെ ഒരു ദിവസം ഞങ്ങൾ കുറേ ഓണത്തിൻ്റെ എന്തോ പരിപാടിക്ക് കസേര വാടകയ്ക്ക് എടുത്തിട്ട് കസേര ഇങ്ങനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു കൊന്നമരം നിൽപ്പുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ്, എടാ കൊന്നമരമാണ്, ഇതൊരു കവിത ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം കിട്ടിയ കവിതയാണ്, ആടുന്ന കൊന്നയാൾ പണമുണ്ടാക്കുകയായിരുന്നയാൾ വിഷുവിന്. ആടുന്ന കൊന്നയാൾ പണമുണ്ടാക്കുകയായിരുന്നയാൾ വിഷുവിന്. ആടിനെ കൊന്നയാൾ പണമുണ്ടാക്കുകയാണ് ഇപ്പോൾ. പറഞ്ഞു മനസ്സിലായി? ആടുന്ന കൊന്നയാൾ പണമുണ്ടാക്കുകയായിരുന്നയാൾ വിഷുവിന്. പണ്ട് ഈ കൊന്നപ്പൂവൊക്കെ വിറ്റ് കളഞ്ഞ ആൾക്കാർ കാച്ചുണ്ടാക്കുമായിരുന്നു. ഇപ്പം അതല്ല, ഇപ്പം ആൾക്കാർക്ക് ആട്ടിറച്ചി മതി. അതാണ് ആടുന്ന കൊന്നയാൾ പണമുണ്ടാക്കുകയായിരുന്നയാൾ വിഷുവിന്. ആടിനെ കൊന്നയാൾ പണമുണ്ടാക്കുകയാണ് ഇപ്പോൾ. അപ്പം നിസ്സാരാക്ഷരങ്ങൾ മാത്രമേ മാറണുള്ളൂ. അത് അക്ഷരങ്ങൾ ഒന്നും മാറാത്തൊരു കവിത പറഞ്ഞുതരാം. ആഭരണം വളരെ മോശം, ആഭരണം വളരെ മോശം, ആരോ പണമുണ്ടാക്കിയിരിക്കും. ഈ കല്യാണ വീടുകളിൽ കല്യാണം അടുത്ത് വരുമ്പോൾ ചില ആൾക്കാർ വന്നിട്ടും പറയും, ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഇത്ര % കുറച്ചിട്ട് നല്ല സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് സ്വർണം കൊണ്ട് നടക്കും. കുറേ ആൾ കഴിയുമ്പോഴേ അറിയണ ചെമ്പാണെന്ന് പറയും. അതിന് ആഭരണം വളരെ മോശം, ആരോ പണമുണ്ടാക്കിയിരിക്കും. ദേവരാമോണ് അടുത്തത്. ആ ഭരണം, ആഭരണത്തിന് ആയിങ്ങാണ്ട് മാറ്റിയിട്ടും ഭരണം. ആ ഭരണം വളരെ മോശം, ആരോപണമുണ്ടാക്കിയിരിക്കും. ഒരക്ഷരം പോലും മാറ്റിയിട്ടില്ല, കൂട്ടിച്ചേർത്തിട്ടില്ല. അതാണ് വാക്കുകളുടെ പ്രത്യേകത. ആഭരണം വളരെ മോശം, ആരോപണമുണ്ടാക്കിയിരിക്കും. ആഭരണം വളരെ മോശം, ആരോപണമുണ്ടാക്കിയിരിക്കും. അതേപോലെ വരണം, സർ കാറ് സൂക്ഷിക്കണം, സർ കാറ് സൂക്ഷിക്കണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളിൽ മുടിഞ്ഞ വളവാ. സർ കാറ് സൂക്ഷിക്കണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളിൽ മുടിഞ്ഞ വളവാ. സർക്കാർ സൂക്ഷിക്കണം,
സർക്കാർ സൂക്ഷിക്കണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികളിൽ മുടിഞ്ഞ കളവ. അതാണ് ഭാഷകളുടെ പ്രത്യേകത. അതാണ്. ഒരൊറ്റ അക്ഷരം മാറിയാൽ മതി, ഒരുപാട് അർത്ഥവ്യത്യാസം വരും. ഈ പരിപാടിയുടെ പ്രായോജകർ കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോ. ഞാനിപ്പോൾ നിലവിൽ 2 പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം അക്ഷരശില്പി പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം പബ്ലിക്കേഷൻ. ഇപ്പോൾ കാഞ്ചീരവത്തിൻ്റെ ക്യാപ്സ്യൂൾ കവിതകൾ ഇപ്പോൾ കാഞ്ചീരവം വെബ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അനുഭവക്കുറിപ്പുകൾ, അത് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാനുള്ള DTP വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ ഒരുപാട് ഫീൽഡുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു അനുഭവം കൂടി നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാൻ വെക്കണേന്. എനിക്ക് ഈ 2ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് ഈ ജയൻ സാറ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒരു പാർട്ടി പറഞ്ഞ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കുറച്ച് പൈസ ഞാൻ തരാം, അതിൻ്റെ ഫ്രണ്ട് പേജ് DTP ഒക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഒരു 3-4 വർഷമായിട്ട് ഇയാളായിട്ട് നിരന്തരം എല്ലാ ദിവസവും രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പിന്നെയും പോകണം. കണ്ണൂർ തളിപ്പറമ്പിൽ ചെന്നിട്ട് നേരെ കിഴക്കോട്ട് 10-25 കിലോമീറ്റർ 30-30 കിലോമീറ്റർ ഉണ്ട് ആലക്കോട്. അവിടെ നിന്ന് പിന്നെയും വേണം. ഒരു കുടിയേറ്റ കർഷകനാണ് പുള്ളി. അപ്പോൾ പുള്ളി മനോരമ മാതൃഭൂമിയില്ല, മനോരമ മംഗളത്തിലൊക്കെ ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് തമാശയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു എഴുത്തുകൂട്ടത്തിൽ നിന്നാണ് എനിക്ക് ഇയാളുടെ ഫോൺ നമ്പർ കിട്ടിയത്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരു പണി മാഷോടെ വല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ശരിയാക്കി തരാട്ടാന്ന് പറഞ്ഞു. DTP എടുത്ത് തരാം, ഫ്രണ്ട് പേജൊക്കെ കവർ ചെയ്ത് തരാട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 2ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് പൈസ സ്വരൂപിച്ച് എൻ്റെ ഒരു 10,000 രൂപയുണ്ട്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഈ സൈഡിലെ പോക്കറ്റിലാണ് ഇട്ടേക്കണ പൈസ. അത് അയാളുടെ അടുത്ത് പറയാനും നിന്നില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോൾ കാശ് വേണമല്ലോ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് ബസ് കയറി തളിപ്പറമ്പിൽ നിന്ന് ആലക്കോടി എന്ന് അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ മരുമോൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പോണ വഴിക്ക് മരുമോൻ എന്നോട് ചോദിച്ചു, അപ്പച്ചനായിട്ട് എങ്ങനെ പരിചയമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ വിളിക്കുന്നുണ്ട്, 3-4 വർഷമായി, എല്ലാ ദിവസവും വിളിക്കും, ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ്, പുള്ളി എൻ്റെ ഭാര്യയുടെ അമ്മേനെ അല്ല അമ്മായിയമ്മേനെ ഒറ്റ ചവിട്ടിൽ കൊന്നതാണ്, നല്ല വെള്ളമാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടി പോലെ തോന്നി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബീവറേജ് ഉൾപ്പെടെയുള്ള ആ ബിൽഡിങ് ഈ കക്ഷിയുടെ സ്വന്തമാണ്. ആ ബീവറേജിൽ നിന്ന് സാധനം മേടിച്ച് ഇറച്ചിയൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ ചെന്ന് വൈകുന്നേരമായി. അപ്പോൾ ആ പുള്ളി സ്മോൾ അടിച്ചിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു പുതിയ ഷർട്ട് 550 രൂപയ്ക്ക് മേടിച്ചാണ്, ഒരു ഇളം പച്ച കളറിലെ നല്ല ഷർട്ട്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടാണ് പുള്ളി അടിയിൽ കിടന്ന്. അപ്പോൾ മുകളിലത്തെ റൂമിൽ പോയി കിടക്കാമെന്ന് ഞാൻ റൂമിൽ പോയി കിടന്നു. അപ്പോൾ പാൻറ്റും ഷർട്ടൊക്കെ അവിടെ ഊരിയിട്ടിട്ടുണ്ട്. റൂമൊന്നും അടച്ചിട്ടൊന്നുമില്ല, അത് 2 പേരല്ലേ ഉള്ളു, പുറത്തെ വാതിൽ മാത്രമേ അടച്ചിട്ടുള്ളൂ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ അനക്കം നോക്കിയപ്പോഴത്തേക്കും, അനക്കം കേട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പച്ച ഷർട്ട് കൊണ്ടുവന്ന് പുള്ളി ഷെയർ ഇറങ്ങിയിട്ട് പോണ്. അപ്പം ഞാൻ ചോദിച്ചെന്താ, ഇതൊന്ന് എനിക്ക് ഇട്ട് നോക്കണം, നല്ല ഭംഗിയാണ് കാണാനിട്ടെന്ന് പറഞ്ഞ് പുള്ളി പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മയക്കം പിടിച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ കറുകറുകറന്ന് പറഞ്ഞ് ഒച്ച കേൾക്കുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് ഹാങ്ങർ ഈ ഷർട്ടും പാൻറ്റൊക്കെ നോക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ എൻ്റെ പാൻറ്റ് കാണാനില്ല. അപ്പോൾ വാഷിംഗ് മെഷീൻ കറങ്ങുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഈ കറുത്ത പാൻറ്റ് അതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണേ. വേഗം ഞാനിത് ഓഫ് ചെയ്ത് പാൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ആ 10,100 രൂപ ആ 500-ൻ്റെ 100-ൻ്റെ ഒക്കെ ആയിട്ട് എൻ്റെ പോക്കറ്റിൽ കിടക്കണേ. ഈ സാധനം വന്നിട്ട് പിറ്റേ ദിവസം ഉച്ച വരെ നിന്നിട്ട് ഉണക്കിയെടുത്തത്. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ഞാൻ മരുവനെ വിളിച്ചിട്ടു. അപ്പം മരുവൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടന് വല്ല ആവശ്യമുണ്ടോ, ഇയാൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്ന് രാത്രി വേറെ വല്ല സംഭവിച്ചിരുന്നു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ്. അത് വലിയൊരു അനുഭവമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കാനുള്ള പരിപാടിയാണ്. അത് കാഞ്ചീരവത്തിൽ ദൈവം സാഹചര്യത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു തരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ നവംബർ 23-ാം തീയതി ഇതേ ഇപ്പോൾ PJND ഗ്രൗണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ ഇവിടെ വെച്ചായിരുന്നു ആ 2ാമത്തെ പുസ്തകത്തിൻ്റെ ക്യാപ്സ്യൂൾ കവിതയുടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചത്. അതേപോലെ അതിൻ്റെ തിരുവനന്തപുരത്ത് വെച്ചും ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടത്തിയിരുന്നു. അപ്പോൾ 3ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ.
എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു. വളരെ വളരെ സന്തോഷത്തോടെ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ഏതുമായിക്കോട്ടെ, ന്യൂസ് മീഡിയ കൊച്ചിയിൽ അതിഥിയായി വരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ പരിപാടിയുടെ പ്രായോജകർ കാഞ്ചീരവം ഡിജിറ്റൽ റേഡിയോ.